ഇസ്രായേൽ ഇറാനിലുടനീളം വ്യോമാക്രമണങ്ങൾ നടത്തുകയും ലെബനനിൽ പരിമിതമായി കരയുദ്ധം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലെബനന്റെ തെക്കൻ അതിർത്തികളിൽ ഇസ്രായേൽ സൈന്യം പ്രവേശിച്ചതായാണ് വിവരം. ഇറാനിലെ പ്രധാന നഗരങ്ങളിലും സൈനിക കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവും മുൻ പാർലമെന്റ് സ്പീക്കറുമായ അലി ലാറിജാനി പുതിയ ആക്രമണ തരംഗത്തിൽ ലക്ഷ്യം വെക്കപ്പെട്ടതായി സൂചനകളുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടോ അതോ പരിക്കേറ്റോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അറാഖിൽ ഒരു ജനവാസ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഒരു നവജാത ശിശുവും ഒരു പിഞ്ചു കുഞ്ഞും ഉൾപ്പെടെ 5 സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ജനറൽ ഇസ്മായിൽ ദെഹ്ഗാന്റെ കുടുംബാംഗങ്ങളെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വൈദ്യുതി ഭരണ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെ വ്യോമാക്രമണമുണ്ടായി. ഇത് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി തടസ്സത്തിന് കാരണമായിട്ടുണ്ട്. തെക്കൻ ഇറാനിലെ മിനാബിൽ ഒരു സ്കൂളിന് നേരെ നടന്ന ടോമോഹോക്ക് മിസൈൽ ആക്രമണത്തിൽ ഏകദേശം 170 പേർ കൊല്ലപ്പെട്ടതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ 85% മിസൈൽ ലോഞ്ചറുകളിലെ 70% തങ്ങൾ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാനിൽ ഇതുവരെ 1300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഇറാൻ റെഡ് ക്രസന്റ് അറിയിച്ചു. എന്നാൽ മറ്റുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 1500 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏകദേശം 19,000-നടുത്ത് ആൾക്കാർ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. ഇറാനിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലകളും വൈദ്യുതി നിലയങ്ങളും തകർത്തതോടെ രാജ്യം കടുത്ത ഊർജ പ്രതിസന്ധിയിലാണ്.